അമ്മായി ഇറങ്ങാൻ പറ്റേ? ആ പിടിച്ചോളൂ. ഹരിയേട്ടാ പതുക്കെ പതുക്കെ ഇങ്ങോട്ട് വരും. ഒന്ന് പിടിക്കാം പതുക്കെ സാവകാശം. പടിയുണ്ട്. ഇല്ല പതുക്കെ വെക്കും. പിടിക്കണേ. അങ്ങനെ ഹരിയേട്ടാ ശ്രദ്ധിച്ച് പിടിക്കും. ഇവിടെ ഇരുത്താം. വേണ്ട മോനെ, നമുക്ക് അകത്ത് കൊണ്ടേ കിടത്താം. ഓ വരിക. ഹരിയേട്ടാ ഞാൻ കുടിക്കാൻ വെള്ളം എടുത്തിട്ട് വരാം. എന്താ ഉണ്ടായി? പാതി വഴി എത്തിയപ്പോ തളർച്ച ക്ഷീണവും ഉടനെ കുട്ടൻ വൈദ്യനെ കാണിച്ചു. വാദത്തിന്റെ എന്നാ പറഞ്ഞേ. ഉഴിച്ചിലും പിഴിച്ചിലും കഴിഞ്ഞാൽ ഒക്കെ ശരിയായിക്കോളും. ഇതാ പ്രശ്നം. കൈ ഒത്തിരി മുട്ടിയൊന്നും ഒന്നാലും കുഴപ്പമില്ല കേട്ടോ. എനിക്ക് വിനോദമുള്ള ആളൊന്നുമല്ല. വാദത്തിന്റെ ചില ലക്ഷണങ്ങളാ, പേടിക്കാനൊന്നുമില്ല. ഉണ്ണിമായ കുറച്ച് വെള്ളം ചൂടാക്കി കൊണ്ടുവരാ. നന്നായിട്ടൊന്ന് കുളിച്ചാൽ മാറുന്ന ക്ഷീണമുള്ള അമ്മായിക്ക്. എന്തായാലും ഒരു കാര്യം ഉറപ്പായി. ശാപങ്ങൾ പിന്നെയും പിന്നെയും തറവാടിന്റെ മുകളിൽ വട്ടം കറങ്ങി നിൽക്കുക. എപ്പോഴാ താഴോട്ട് ഇറങ്ങേണ്ടതെന്ന് നോക്കിയിട്ട്. ഇനിയിപ്പോ എന്താണാവോ? ഒക്കെ വെറുതെ തോന്നുക. മനുഷ്യരല്ലേ, പ്രായമാകുമ്പോ അസുഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരും. അത് പ്രകൃതി നിയമം തന്നെയാ. അമ്മായിക്ക് ഇപ്പൊ ഒന്നുമില്ല. 4-5 ദിവസം മരുന്ന് കഴിച്ചാൽ എല്ലാം മാറിക്കിട്ടും. അല്ല അമ്മായി? ആ ജാനുപ്പെണ്ണിന് എന്തു പറ്റിയാവോ? ഈടെയായി തീരെ വരാണ്ടായിരിക്കണു. സാരമില്ലേ, വെള്ളം ഞാൻ ചൂടാക്കിക്കൊണ്ട് വരാം. കിണ്ടിയൊന്നും വേണമായിരുന്നു. കിണ്ടി കിട്ടിയാ പോകായിരുന്നു. അത്രയ്ക്ക് തിരക്കാ? സ്വാമി കാത്തിരിക്കുക. പൂജയ്ക്ക് സമയമായി. എവിടുന്ന് കിട്ടി ഇത്ര വലിയ ഗൗരവം? ഞങ്ങളെ കൊണ്ടുവന്നത് അനർത്ഥങ്ങൾ ഉണ്ടാക്കാനല്ല, ഇല്ലാതാക്കാനാ. നമ്മുടെ മഹാദേവൻ വിളിച്ചിരുന്നു. ഓ, മോളുടെ കല്യാണക്കാര്യം ചോദിക്കാനായിരിക്കും ഡോക്ടർ വിളിച്ചത്. അത് തന്നെ. അടുത്ത ആഴ്ച ഡോക്ടർ ഇങ്ങോട്ട് വരിക. അമ്മായിക്ക് അസുഖം വന്നുകൊണ്ടാ പോവാൻ പറ്റാഞ്ഞെന്ന് പറയായിരുന്നില്ലേ ഹരിയേട്ടന്? പറഞ്ഞു. ഡോക്ടർ ഇങ്ങോട്ട് വരട്ടെ, നമുക്ക് അമ്മായി ഒന്ന് ചികിത്സിക്കുകയും ചെയ്യാം. അത് നേരാ.
ഏതായാലും 2 ദിവസം കഴിഞ്ഞല്ലേ പോവുള്ളൂ. ആ അങ്ങനെ പറഞ്ഞത്. ഉണ്ണിമായെ തിരുമേനി വിളിക്കുന്നുണ്ട്. നമ്മള് കട്ടപ്പെട്ടൊക്കെ വെറുതെ ഒന്നിനും ഒരു ഫലവും കിട്ടില്ല.